വിവോയുടെ വിവോ Y58 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y58 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അമോലെഡ് ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1024 നിറ്റ്സ് ആയിരിക്കും. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. വില 15,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഇതൊരു ഓഫ്ലൈൻ ഫോണായിരിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും വില 15,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാനും പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 199 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.99 mm ആയിരിക്കും. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ഗ്രീൻ കളർ വേരിയൻറ്റും ഒരു ബ്ലൂ കളർ വേരിയൻറ്റും ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണായിരിക്കും. 15,000 രൂപയ്ക്ക് മുകളിലായിരിക്കും മിക്കവാറും ഈ ഫോണിൻ്റെ വില വരിക. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിക്കൊള്ളണം എന്നില്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 8GB റാമും 128GB ഇൻറ്റേർണലും വന്നേക്കാം. എക്സ്റ്റൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും വന്നേക്കാം. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഓൺ പേപ്പർ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നോളണം എന്നില്ല. ഈ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ കൂടി ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അതും തിരക്കുകളില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ June 20 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 17,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫേമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊരു ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു പ്രൈസിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. എന്തായാലും വിവോയുടെ വിവോ Y58 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.